ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് ഒച്ചിറ കാളകെട്ട് മഹോത്സവം അല്ലെങ്കിൽ 28ാം ഓണം. അപ്പോൾ ഇത് ഈ വർഷം നടന്നതാണ്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് 2025. ഇത് കന്നിമാസം തിരുവോണം നാളിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിങ്ങമാസത്തിലെ തിരുവോണം കഴിഞ്ഞ് ഏകദേശം 28 ദിവസം കഴിയുമ്പോഴാണ് കന്നിമാസത്തിലെ തിരുവോണ നാൾ. ആ നാളിലാണ് ഇത് നടക്കുന്നത്. ഇത് ഓണാട്ടുകരയിലുള്ള 52 കരക്കാർ ഒന്നിച്ചു ചേർന്ന് നടത്തുന്ന ഒരു മഹോത്സവം തന്നെയാണ് ഈ കാളകെട്ട് മഹോത്സവം. ഓരോ കാളയെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാളക്കെല്ലാം ഒരു തടി കൊണ്ടുള്ള ഒരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിമിന് ചുറ്റുമായിട്ട് വൈക്കോല് പൊതിയും. ആ ഫ്രെയിം വൈക്കോലിൽ പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് തുണി ചുറ്റും. അപ്പോൾ കാളയുടെ ബോഡി റെഡിയാവും. അത് കഴിഞ്ഞിട്ട് തല, റെഡിമെയ്ഡ് തല അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ കാളയുടെ രൂപം ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിയ കാളക്ക് തല JCB ഉപയോഗിച്ച് മുകളിൽ കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 52 കരക്കാരും അവരുടെ കരകളിൽ സെപ്പറേറ്റ് ആയിട്ട് കാളകള ഉണ്ടാക്കുന്നു. അതിപ്പോൾ കാളമൂട്. അപ്പോൾ അവിടെ കഞ്ഞി സദ്യയും ഒക്കെ ഉണ്ടാവും. ഇതിൻ്റെ ആ സമയമാകുമ്പോൾ കഞ്ഞി സദ്യ, പ്രഭാത സദ്യ, അതുപോലെ ചില അടുത്ത് രാത്രി കലാപരിപാടികളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ആഘോഷമായിട്ട് ഈ കാളയുടെ രൂപം തീർന്നു കഴിഞ്ഞ് 28ാം ഓണത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നിയിലുള്ള തിരുവോണത്തിന് അത് എല്ലാം കൂടെ ഓച്ചിറ പടനിലത്ത് കൊണ്ടുവരും. ഈ കാള ഉണ്ടാക്കുന്നത് തന്നെ ഒരു ശ്രമകരമായ ജോലിയാണ്. അത് കഴിഞ്ഞത് റോഡിൽ കൂടെ വലിച്ചാണ്, കാളകളെ വലിച്ച് ആണ് ഇത് പടനിലത്ത് എത്തിക്കുന്നത്. അപ്പോൾ ഈ കാളകെട്ട് മഹോത്സവത്തിന് ഈ കാളകളെയൊക്കെ കാണാനായിട്ട് നാനാ ദിക്കിൽ നിന്നൊക്കെ ആളുകൾ വരും. ഇത്തവണ ഉണ്ടായ പ്രത്യേകത എന്ന് പറയുന്നത് കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ അടുപ്പിച്ച് അവധി ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു ജലപ്രളയം തന്നെയായിരുന്നു ഓച്ചിറയിൽ. അപ്പോൾ ഈ കാളമൂട്ടിലും അതുപോലെ തന്നെ കാളയെ വലിച്ച് ഓച്ചിറയിൽ എത്തിക്കുന്നതിലുമൊക്കെ ജാതി മതഭേദമന്യേ ആളുകൾ പങ്കെടുക്കുന്ന ഒരു ആഘോഷമാണ്. അപ്പോൾ അതുപോലെയുള്ള ഈ സൗഹൃദ കൂട്ടായ്മകൾ ഒരിക്കലും നിന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നു. ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊന്നുമില്ല ഇവിടുത്തെ ഇത്ര
അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഇട്ട് കാണുക. ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്